ഹായ് ഫ്രണ്ട്സ്, മെഫി. കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്ലാനിങ് സ്കെഡ്യൂളിംഗ് ഉണ്ട്. അതിനുള്ളിൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞ ടേമിന് ഇത്ര ഇമ്പോർട്ടൻസ്? അപ്പൊ ഞാനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്കൊരു പാലം ഉണ്ടാക്കണം. പാലം ഉണ്ടാക്കാൻ വേണ്ടി അത് എന്ത് വേണം? എക്സ്കാവേഷൻ ചെയ്യണം. എക്സ്കാവേഷൻ ചെയ്യാന്ന് പറഞ്ഞത് ടാസ്ക്. അതിന് ശേഷം ഒരു 10 സമയം വേണം. മണ്ണൊക്കെ കുഴിച്ചെടുത്ത് മാറ്റിയിട്ടു. അതിനുശേഷം അതിലേക്ക് കോൺക്രീറ്റ് നിറയ്ക്കണം. അത് ടാസ്ക് ബി. അപ്പോ ടാസ്ക് എ കഴിഞ്ഞ അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ടാസ്ക് ബി സ്റ്റാർട്ട് ചെയ്യണം. അതിൽ കോൺക്രീറ്റ് നിറയ്ക്കണം. ടാസ്ക് എ പെട്ടെന്ന് തീർന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ സമയം നമുക്ക് കിട്ടി ടാസ്ക് ബി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതിനാണ് ഫ്ലോട്ട് അല്ലെങ്കിൽ സ്ലാക്ക് എന്ന് പറയുന്നത്. ടാസ്ക് എയിൽ കിട്ടിയിട്ടുള്ള കുറച്ച് എക്സ്ട്രാ സമയം ഉണ്ടല്ലോ, അത് നമുക്ക് ടാസ്ക് ബിയിൽ യൂസ് ചെയ്യാം. കുറച്ച് ടാസ്ക് ബി കുറച്ച് ഡിലേ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അത് ഈ പ്രൊജക്ടിന്റെ ടോട്ടൽ ഡെഡ് ലൈൻ ഒന്നും ബാധിക്കില്ല. അതുപോലെ തന്നെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫ്ലെക്സിബിലിറ്റി കുറച്ചുകൂടി നമുക്ക് കിട്ടും. നിങ്ങൾ പ്ലാനിങ് എഞ്ചിനീയറോ പ്രൊജക്ട് എഞ്ചിനീയറോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ എപ്പോഴും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ആ സിറ്റുവേഷൻ മാനേജ് ചെയ്ത് എങ്ങനെയാണ് കമന്റ് ചെയ്യും.